ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത്, അതായത് നമുക്ക് ഇനി പഠിക്കാനുള്ള ടോപ്പിക്സ് ഇത്രയാണ്. ഇനി ഈ സൊല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കുറച്ച് എന്താണ് സൊല്യൂഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഈ സൊല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് ടേംസ് ഉണ്ട്, ആ ടേംസ് പഠിക്കണം. അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന 2-3 ലോസ് ഉണ്ട്, അത് പഠിക്കണം. അതിനുശേഷം കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് പഠിക്കണം. ഇത്ര ആകുമ്പോഴത്തേക്ക് ചാപ്റ്റർ കഴിഞ്ഞു. ഈ 3 ടോപ്പിക്കേ നമുക്ക് പഠിക്കാനുള്ളൂ. എന്താണ് സൊല്യൂഷൻ, സൊല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് ടേംസ്, പിന്നെ 2 ലോസ് സൊല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന, പിന്നെ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ്. ഇത്ര ആകുമ്പോഴത്തേക്ക് ഈ ചാപ്റ്റർ തീർന്നു. അത്രേ ഉള്ളൂ ഈ ചാപ്റ്റർ പഠിക്കാൻ. വളരെ കുഞ്ഞൊരു ചാപ്റ്ററാണ്, പക്ഷേ പറയാൻ ഒരുപാടുണ്ട് താനും. ഓക്കെ, ഇനി നമ്മൾ പോകാൻ പോകുന്നത് ഈ സൊല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് ടേംസിലോട്ടാണ്. അതായത് ഒരു സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷനെ, ആ ടേം കോൺസെൻട്രേഷൻ ആണ്. ഒരു സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷനെ നമുക്ക് എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം? ഒരു സൊല്യൂഷൻ നിങ്ങളുടെ കയ്യിൽ തന്നാൽ എന്താ അതിൻ്റെ കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് എത്രത്തോളം അവരുണ്ട്. ഇപ്പം നമ്മൾ NaCl സൊല്യൂഷൻ എടുക്കുകയാണ്. ഞാൻ പറയാണ് NaCl സൊല്യൂഷൻ കോൺസെൻട്രേറ്റഡ് ആണ്. അതിൻ്റെ മീനിങ് എന്താ? ആ സൊല്യൂട്ടിനകത്ത്, ആ വെള്ളത്തിനകത്ത് ഉള്ള NaClൻ്റെ എമൗണ്ട് കൂടുതലാണ്. ഭയങ്കര കയ്പായിരിക്കും ആ വെള്ളം, അല്ലെങ്കിൽ ഭയങ്കര ഉപ്പായിരിക്കും ആ വെള്ളത്തിന്. അതാണ് കോൺസെൻട്രേറ്റഡ് കൊണ്ട് ഉദ്ദേശിച്ചത്. ഞാൻ പറയുകയാണ്, ഈ ചായ ഭയങ്കര ഡൈല്യൂട്ടഡ് ആണല്ലോ, മീനിങ് എന്താ? അതിനകത്ത് പഞ്ചസാരയേ ഇല്ല. കാരണം എന്താ? നമ്മൾ ചായക്ക് ടേസ്റ്റ് കൊടുക്കുന്ന പഞ്ചസാരയാണ്. ആ സാധനം അവിടെ ഇല്ലെങ്കിൽ ചായക്ക് ടേസ്റ്റ് ഇല്ല. നമ്മൾ പറയും ഈ ചായ ഡൈല്യൂട്ടഡ് ആണ്. നമ്മൾ നല്ല മധുരമാണെങ്കിൽ നമ്മൾ ചായ ഭയങ്കര കോൺസെൻട്രേറ്റഡ് ആണ്, ഭയങ്കര മധുരം. അതേ കണക്ക് കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് സൊല്യൂട്ടിൻ്റെ കോൺസെൻട്രേഷൻ എത്രയാണോ, സൊല്യൂട്ട് എത്രത്തോളം ആ സോൾവെൻറ്റിലുണ്ട്, അത് നോക്കിയിട്ടാണ് നമ്മൾ എന്ത് പറയുന്നത്? സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷൻ പറയുന്നത്. കാരണം ഏതൊരു സൊല്യൂഷൻ നമ്മൾ എടുത്തു കഴിഞ്ഞാലും അതിനകത്ത് ലാർജ് എമൗണ്ടിൽ കാണപ്പെടുന്ന ആളെ വിളിക്കുന്ന പേരാണ് സോൾവെൻറ്റ്, സ്മാൾ എമൗണ്ടിൽ കാണപ്പെടുന്ന ആളെ വിളിക്കുന്ന പേരാണ് സൊല്യൂട്ട്. അപ്പോൾ ഇയാളെപ്പോഴും ലാർജ് എമൗണ്ടിൽ തന്നെ, എന്നാൽ ആ സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷനെ തീരുമാനിക്കുന്നത് സൊല്യൂട്ടാണ്. ഈ സൊല്യൂട്ടിൻ്റെ എമൗണ്ട് കൂടിക്കഴിഞ്ഞാൽ കോൺസെൻട്രേഷൻ കൂടും, സൊല്യൂട്ടിൻ്റെ എമൗണ്ട് കുറഞ്ഞു കഴിഞ്ഞാൽ കോൺസെൻട്രേഷനും കുറയും. ഇതാണ് നമ്മൾ കോൺസെൻട്രേഷൻ എന്ന് പറയുന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഒരു സൊല്യൂഷനകത്ത് സൊല്യൂട്ടിൻ്റെ അളവ് എത്രത്തോളം ഉണ്ടോ അതിനെയാണ് നമ്മൾ കോൺസെൻട്രേഷൻ എന്ന് പറയുന്ന ടേം കൊണ്ട് എക്സ്പ്രസ് ചെയ്യുന്നത്. കോൺസെൻട്രേഷൻ. ഇനി സൊല്യൂട്ടിൻ്റെ കോൺസെൻട്രേഷൻ കൂടിക്കഴിഞ്ഞാൽ ആ സൊല്യൂഷൻ കോൺസെൻട്രേറ്റഡ് ആവും, കുറഞ്ഞു കഴിഞ്ഞാൽ ഡൈല്യൂട്ടഡ് ആവും. പക്ഷെ നമുക്കിങ്ങനെ കുറയുന്നു കൂടുന്നു ചുമ്മാ വേർഡ്സിലങ്ങ് പറഞ്ഞാൽ പോരാ, നമ്മളതിനെ എക്സ്പ്രസ് ചെയ്യണം. എക്സ്പ്രസ് ചെയ്യണം. അതിന് കുറച്ച് രീതികളുണ്ട്. ആ രീതിയെ പറ്റിയാണ് നമ്മൾ പറയാൻ പോകുന്നത്. അല്ലാതെ ആ ചായക്ക് കോൺസെൻട്രേഷൻ കൂടുതലാണ്, ആ NaClന് കോൺസെൻട്രേഷൻ കൂടുതലാണ്, അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളതിന് എന്ത് ചെയ്യണം? എക്സ്പ്രസ് ചെയ്യണം. നമ്മളതിനെ പറയണം, കാണിച്ചു കൊടുക്കണം. എന്താ കണ്ടോ, കൂടുതലാണ്. നമ്മൾ പറയാം എനിക്ക് BP കൂടുതലാണ്, ബ്ലഡ് പ്രഷർ കൂടുതലാണ്. എത്ര കൂടുതലാണ്? നമ്മൾ ആ വാല്യൂ അങ്ങോട്ട് ഇതാ, നിങ്ങൾക്ക് 110 വരേണ്ടത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഷുഗർ കൂടുതലാണ്, അതാ നിങ്ങൾക്ക് 450 ഷുഗർ. നോർമൽ ലെവൽ 120 വരാവും, നിങ്ങൾക്ക് ഇത്രയും കൂടുതലാണ്. നിങ്ങളൊരു ഭയങ്കര ഹൈ ഷുഗറിലൂടെ കടന്നു പോകുന്നത്. അതായത് നമ്മൾ എക്സ്പ്രസ് ചെയ്ത വാല്യൂ അവരെ കാണിക്കണം. അതാണ് നമ്മളും ചെയ്യാൻ പോകുന്നത്. അല്ലാതെ ഷുഗർ കൂടുതലാണ് കുറവാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നോർമൽ വാല്യൂവിൽ നിന്ന് എത്ര കൂടി എത്ര കുറഞ്ഞു, അല്ലെങ്കിൽ എത്രയാണ് ആ വാല്യൂ എന്നുള്ളതിൻ്റെ ഐഡിയ നമുക്ക് കിട്ടില്ല. കൂടുന്ന എത്ര ആണെങ്കിലും കൂടാമല്ലോ. ചിലപ്പോൾ വാല്യൂവിനെ കാട്ടി 1 കൂടാം, വാല്യൂവിനെ കാട്ടി 2 കൂടാം, വാല്യൂവിനെ കാട്ടി 200 കൂടാം, 300 കൂടാം, 400 കൂടാം, എല്ലാം കൂടുകയാണ്. പക്ഷെ എക്സ്പ്രസ് ചെയ്യാതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളതിനെ തുറന്ന് കാട്ടുകയാണ്. ഇതാണ് വാല്യൂ എന്ന് നമ്മൾ തുറന്ന് കാട്ടുക. ഇപ്പോൾ നമ്മൾ ഒരു ബീക്കർ എടുക്കുന്നു, ബീക്കറിനകത്ത് വാട്ടർ എടുക്കുന്നു, എന്നിട്ടൊരു 10 ടീസ്പൂൺ ഉപ്പങ്ങ് വാരിയിടുകയാണ്. 10 ടീസ്പൂൺ ഉപ്പിടുന്നു. എന്നിട്ട് ഞാൻ പറയുന്നു ഇതൊരു കോൺസെൻട്രേറ്റഡ് സൊല്യൂഷനാണ്. പക്ഷേ 10 കിട്ടുന്ന എൻ്റെ മനസ്സിലേ ഉള്ളൂ. ഞാൻ ലാബിൽ പോയിട്ട് ഇതെല്ലാം ചെയ്തിട്ട് നിങ്ങളുടെ ഫ്രണ്ടിൽ വന്ന് ഈ ഗ്ലാസ് വെച്ചിട്ട് പറയുന്നു ഇത് NaClൻ്റെ കോൺസെൻട്രേറ്റഡ് സൊല്യൂഷനാണ്. എന്നിട്ട് ഞാൻ ചോദിക്കുന്നു ഇതിനകത്ത് NaClൻ്റെ അളവ് എത്രയാണെന്ന് ചോദിക്കുന്നു. NaCl എത്ര ഉണ്ട് അതിനകത്ത് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. കാരണം എന്താ? എനിക്ക് അറിയാവൂ ഞാൻ 10 ടീസ്പൂണാണ് ഇട്ടതെന്ന്. മനസ്സിലായോ? പക്ഷേ ഇത് കണ്ടുപിടിക്കാൻ, ഈ 10 എന്നുള്ള വാല്യൂ കണ്ടുപിടിക്കാൻ നമുക്ക് പറ്റുന്ന ഒരു ഇക്വേഷനോ ഒരു തിയറിയോ ഉണ്ടെങ്കിൽ നമുക്ക് ഈ 10 എന്ന് പറയുന്ന ആളെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതായത് എക്സാക്റ്റ് വാല്യൂ എത്രയാണ് ആ സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷൻ
എന്ന് നമ്മൾ എക്സ്പ്രസ് ചെയ്യാൻ പോകണം. അതിന് ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. ആ മെത്തേഡ്സിനെ പറ്റിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ടോപ്പിക്ക് ക്ലിയർ ആയല്ലോ? ഇതാണ് കോൺസെൻട്രേഷൻ എക്സ്പ്രസ് ചെയ്യുന്ന ടേംസ്. ഓരോരോ ടേംസ് ആയിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് കോൺസെൻട്രേഷൻ എക്സ്പ്രസ് ചെയ്യുന്ന ടേംസിലോട്ട് പോകാം. ആദ്യം ഞാൻ കുറച്ച് ടേംസ് പറയാം. ഇതൊക്കെ നമ്മൾ പണ്ട് മുതലേ യൂസ് ചെയ്യുന്ന കുറച്ച് ടേംസാണ്. കുറേ 3-4 ടേംസ് ഉണ്ട്. പക്ഷെ അത് നമുക്ക് എക്സാമിന് ചോദിക്കാറില്ല. നമുക്ക് അതും കൂടെ കണക്ട് ചെയ്ത് അതിന് ശേഷം പറയുന്ന കുറച്ച് ടേംസ് മാത്രമേ ചോദിക്കാറുള്ളൂ. ഓക്കെ, ഇതൊക്കെ സിമ്പിളാണ്. ഞാൻ ഈ പറയാം, നിങ്ങൾ ഒരു പക്ഷേ കേട്ടതായിരിക്കും. ഒന്നാമത്തെ കോൺസെൻട്രേഷൻ എക്സ്പ്രസ് ചെയ്യുന്ന ടേം എന്ന് പറയുന്നത് മാസ് പെർസെൻറ്റേജ് ആണ്. ഇതാണ് ഒന്നാമത്തെ കോൺസെൻട്രേഷൻ എക്സ്പ്രസ് ചെയ്യുന്ന ടേം. അപ്പം ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞായിരുന്നു, കോൺസെൻട്രേഷൻ എക്സ്പ്രസ് ചെയ്യണമെങ്കിൽ നമ്മൾക്ക് എന്താ അറിഞ്ഞിരിക്കേണ്ടത്? സൊല്യൂട്ടിനെയാണ് അറിഞ്ഞിരിക്കേണ്ടത്. സൊല്യൂട്ട്. കാരണം സൊല്യൂട്ടാണ് നമുക്ക് എന്ത് തരുന്നത്? പെർസെൻറ്റേജ് എത്രയും. കാരണം ഒരു സൊല്യൂഷനകത്ത് സോൾവെൻറ്റും ഉണ്ട്, സൊല്യൂട്ടും ഉണ്ട്. ഈ സോൾവെൻറ്റ് എപ്പോഴും വലിയ അളവിലാണ് കാണപ്പെടുന്നത്. അപ്പോൾ അയാളെ നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല. ഇപ്പം നമ്മുടെ ക്ലാസ്സിൽ പഠിക്കുന്നൊരു കുട്ടി, അവനെ എന്നും 100 മാർക്ക് മേടിക്കുക. പിന്നെ അവനെ നമ്മളെന്തിനാണ് നോക്കുന്നത്? അവനെ എന്നും 100 മാർക്ക് മേടിച്ചോളും. അതേസമയം 10 മാർക്ക് മേടിച്ചൊരു കുട്ടി, നെക്സ്റ്റ് എക്സാമിന് അവൻ 25 മേടിച്ചു, നെക്സ്റ്റ് എക്സാമിന് അവൻ 50 മേടിച്ചു, നെക്സ്റ്റ് എക്സാമിന് അവൻ 100 മേടിച്ചു. നമ്മൾ എന്നും 100 മാർക്ക് മേടിക്കുന്ന കുട്ടിയാണോ ശ്രദ്ധിക്കുന്നത്? അതോ ഇങ്ങനെ മാർക്ക് മേടിച്ച് ഓരോ സമയം കൂടി വന്ന് 100-ലെത്തിയ കുട്ടിയായിരിക്കും നമ്മൾ ശ്രദ്ധിക്കുന്നത്? ഡെഫിനറ്റ്ലി അവനെയായിരിക്കും. അതല്ലേ, അവൻ ഇമ്പ്രൂവ് ചെയ്യുകയാണ്. അതേ കണക്ക് ഈ സോൾവെൻറ്റ് എപ്പോഴും തോനെയുണ്ട്. അതുകൊണ്ട് നമ്മൾ അവരെ ശ്രദ്ധിക്കാനൊന്നും പോകത്തില്ല. നമുക്ക് വേണ്ടത് ഈ സൊല്യൂട്ടാണ്. കാരണം ഉപ്പുവെള്ളം എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് വെള്ളം എത്ര കൂടുന്നു എന്നല്ല നോക്കുന്നത്, ഉപ്പ് എത്ര കൂടിയാലാണ് അതിന് ടേസ്റ്റ് കിട്ടുന്നത് എന്നേ നമ്മൾ നോക്കത്തുള്ളൂ. അതേപോലെ ചായ എടുക്കുമ്പോഴത്തേക്ക് ചായയിൽ പഞ്ചസാര ഇടുമ്പോഴത്തേക്ക് ചായ കൂടുതലാക്കുകയല്ല നമ്മൾ നോക്കുന്നത് ചായക്ക് ടേസ്റ്റ് കിട്ടാൻ, പഞ്ചസാര കൂടുതലാക്കുക. അപ്പോൾ നമുക്ക് ആ ചായക്ക് ടേസ്റ്റ് കിട്ടും. അതേ കണക്ക് നമ്മളെപ്പോഴും സൊല്യൂട്ടിനെ നോക്കിയിട്ടാണ് നമ്മൾ എന്ത് പറയുന്നത്? കോൺസെൻട്രേഷൻ പറയാൻ പോകുന്നത്. ഇനി മാസ് പെർസെൻറ്റേജ് എന്താണ്? മാസ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് സൊല്യൂട്ടിനെ നമ്മൾ സൊല്യൂട്ടിൻ്റെ മാസ് ഇതിനെ നമ്മൾ 100 ഗ്രാം സൊല്യൂഷൻ എടുത്തു കഴിഞ്ഞാൽ 100 ഗ്രാം സൊല്യൂഷൻ എടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് എത്രത്തോളം സൊല്യൂട്ടിൻ്റെ മാസ് ഉണ്ടോ അതിനെയാണ് നമ്മൾ മാസ് പെർസെൻറ്റേജ് എന്ന് വിളിക്കുന്നത്. 100 ഗ്രാം സൊല്യൂഷൻ, അതായത് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ആരൊക്കെ ചേരുന്നതാ? സോൾവെൻറ്റും സൊല്യൂട്ടും കൂടെ ചേരുന്നതാണ് സൊല്യൂഷൻ. അപ്പം 100 ഗ്രാം എന്ന് പറയുന്ന സൊല്യൂഷനകത്ത് സൊല്യൂട്ടിൻ്റെ അളവ് എത്രയാണോ അത് വെച്ചിട്ടാണ് നമ്മൾ മാസ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഇപ്പം ഞാൻ പറയുകയാണ്, ഞാൻ 10% ആണ്, ശ്രദ്ധിച്ചോണേ, ഞാൻ പറയുകയാണ്, അല്ലെങ്കിൽ നമുക്ക് അത് ഇക്വേഷൻ പറയാം. മാസ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എന്ന് പറയുന്നത് മാസ് പെർസെൻറ്റേജ് ഇസ് ഈക്വൽ ടു മാസ് ഓഫ് സൊല്യൂട്ടിൻ്റെ മാസ്. കാരണം സൊല്യൂട്ടാണ് കോൺസെൻട്രേഷനെ തീരുമാനിക്കുന്നത്. മാസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ മാസ് ഓഫ് സൊല്യൂഷൻ്റെ മാസ് ഇൻറ്റു 100. എന്തിനാ 100? പെർസെൻറ്റേജ് ആണ് നമ്മൾ പറയുന്നത്, ഇൻറ്റു 100. ഇതാണ് മാസ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, എന്താ മാസ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പറയുകയാണ്, ഞാൻ ഉപ്പുവെള്ളം എടുക്കുകയാണ്. ആ ഉപ്പുവെള്ളം 100 ഗ്രാം ഉപ്പുവെള്ളം ഞാൻ എടുക്കുകയാണ്. അതിനകത്ത് എത്ര ഗ്രാം ഉപ്പ് ഞാൻ ഇട്ടോ അത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് പറയുന്നത്? മാസ് പെർസെൻറ്റേജ് പറയുന്നത്. സപ്പോസ് ഞാൻ 100 ഗ്രാം ഉപ്പുവെള്ളം എടുക്കുന്നു, സാൾട്ട് വാട്ടർ എടുക്കുന്നു. അതിനകത്ത് സാൾട്ടും വാട്ടറും കൂടെ ചേരുമ്പോഴാണ് ഈ 100 ഗ്രാം. അപ്പം സാൾട്ട് ഞാൻ 40 ഗ്രാം എടുക്കുന്നു. അപ്പം ബാക്കി 60 ഗ്രാം ആരായിരിക്കും? ഡെഫിനറ്റ്ലി വാട്ടർ ആയിരിക്കും. ശരിയല്ലേ? മൊത്തം 100 ഗ്രാമാണ്, അതായത് ഈ സൊല്യൂഷൻ മൊത്തത്തിൽ 100 ഗ്രാമാണ്. അതിൽ എത്ര ഗ്രാമാണോ ഞാൻ സൊല്യൂട്ട് എടുക്കുന്നത് അതാണ് മാസ് പെർസെൻറ്റേജ്. അപ്പം 40 ഗ്രാമാണ് ഞാൻ സാൾട്ട് എടുക്കുന്നതെങ്കിൽ ബാക്കി 60 ഗ്രാം എന്തായിരിക്കും? ഡെഫിനറ്റ്ലി വാട്ടർ. അപ്പോൾ ഇതിനെ മാസ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞേ. മാസ് പെർസെൻറ്റേജ് ഇസ് ഈക്വൽ ടു മാസ് ഓഫ് സൊല്യൂട്ട് സാൾട്ടാണ്. സാൾട്ട് 40 ഗ്രാം, 40 ഡിവൈഡഡ് ബൈ എത്രയാ ടോട്ടൽ? 60 എന്ന് എഴുതരുത് ഇവിടെ, കാരണം സോൾവെൻറ്റും സൊല്യൂട്ടും കൂടെ കൂട്ടുമ്പോഴാണ് നമുക്ക് മാസ് ഓഫ് സൊല്യൂഷൻ കിട്ടുന്നത്. മാസ് ഓഫ് സൊല്യൂഷൻ എത്ര? 100
ഇൻറ്റു 100. എത്ര കിട്ടി? 40% ഇവിടുത്തെ മാസ് പെർസെൻറ്റേജ്. കണ്ടോ? അപ്പോൾ ഈ ഒരു ഐഡിയയിൽ നിന്ന് നിങ്ങൾക്ക് എന്താ മനസ്സിലായത് ഒന്ന് പറഞ്ഞ്. ഇപ്പം ഞാൻ ചെയ്ത പ്രോബ്ലത്തിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഐഡിയ കിട്ടിയോ? ആ ഐഡിയ സ്ട്രൈക്ക് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഈ ക്വസ്റ്റ്യൻ എടുത്തത്. അതായത് നിങ്ങൾ എത്രയാണോ നിങ്ങളുടെ സൊല്യൂട്ടിൻ്റെ എമൗണ്ട് എടുക്കുന്നത് അത് തന്നെയായിരിക്കും മാസ് പെർസെൻറ്റേജ്, മാറ്റമില്ല. എത്രയാണോ നിങ്ങൾ സൊല്യൂട്ടിൻ്റെ എമൗണ്ട് എടുക്കുന്നത് അത് തന്നെയായിരിക്കും മാസ് പെർസെൻറ്റേജ്. കാരണം എന്താ? മാസ് ഓഫ് സൊല്യൂഷൻ നമ്മൾ 100 ആക്കി ഫിക്സ് ചെയ്ത് വെച്ചേക്കാം. അപ്പം നമുക്ക് ഈ 100ഉം ക്യാൻസലായി പൊക്കോളും. പിന്നെ എത്രയാണോ നിങ്ങൾ എടുക്കുന്ന സൊല്യൂട്ട് അതാണ് അതിൻ്റെ മാസ് പെർസെൻറ്റേജ്. അപ്പോൾ ഈ മാസ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ എന്താ? 100 ഗ്രാം സൊല്യൂഷനിൽ എത്രത്തോളം സൊല്യൂട്ട് ഉണ്ടോ അതാണ് മാസ് പെർസെൻറ്റേജ്. അപ്പം നിങ്ങൾ എത്രയാണോ സൊല്യൂട്ടിൻ്റെ എമൗണ്ട് എടുക്കുന്നത് അത് തന്നെയായിരിക്കും നമുക്ക് എന്തായിട്ട് കിട്ടുന്നത്? മാസ് പെർസെൻറ്റേജ് ആയിട്ട് കിട്ടുന്നത്. കാരണം മാസ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? മാസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ മാസ് ഓഫ് സൊല്യൂഷൻ. അതെപ്പോഴും എത്ര ഗ്രാമാണ്? 100 ഗ്രാം. അപ്പോൾ ഈ 100ഉം ക്യാൻസൽ ആവും. പിന്നെ എന്താണോ നിങ്ങൾ എടുക്കുന്ന മാസ് ഓഫ് സൊല്യൂട്ട് അത് തന്നെയായിരിക്കും പെർസെൻറ്റേജ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പം ഞാൻ പറയാണ്, ശ്രദ്ധിച്ചോണേ. HCl സൊല്യൂഷനാണ് ഞാൻ എടുക്കുന്നത്. HCl സൊല്യൂഷൻ ശ്രദ്ധിച്ചോണേ. HCl സൊല്യൂഷനാണ് ഞാൻ എടുക്കുന്നത്. ഇതിൻ്റെ മാസ് പെർസെൻറ്റേജ് 50% ഞാൻ പറയാം. ഇതിൻ്റെ മാസ് പെർസെൻറ്റേജ് 50%. എന്നിട്ട് ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കുന്നു, ഇതിനകത്ത് HClൻ്റെ വെയിറ്റ് എത്ര? ഇതാണ് എൻ്റെ ക്വസ്റ്റ്യൻ. ഇതിൻ്റെ മാസ് പെർസെൻറ്റേജ് 50% ആണ്. അപ്പോൾ എൻ്റെ ക്വസ്റ്റ്യൻ, ഇതിനകത്ത് എത്ര HCl ഉണ്ട്? സിമ്പിൾ. എത്രയാണോ മാസ് പെർസെൻറ്റേജ് അത്രയും ഗ്രാം എന്ത് കാണും? സോൾവെൻറ്റ് കാണും. സൊല്യൂട്ട് കാണും. എത്രയായിരിക്കും? അപ്പം 50 ഗ്രാം ആയിരിക്കും സൊല്യൂട്ട്. ഇനി സോൾവെൻറ്റ് HCl സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ HCl സോൾവെൻറ്റും HCl സൊല്യൂട്ടും H2O സോൾവെൻറ്റുമാണ്. അപ്പം ബാക്കി 100ൽ 50 ഗ്രാം H2O ആയിരിക്കും. ഈ ഐഡിയ ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ എന്താ മാസ് പെർസെൻറ്റേജ് ചോദിച്ചാൽ നിങ്ങൾ പറയുക, ഇറ്റ് ഈസ് ദി റേഷ്യോ ഓഫ് മാസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ mass of solution, or it is the amount of solute expressed in 100 gram of solution. 100 gram of solutionil എത്രത്തോളം സൊല്യൂട്ട് ഉണ്ടെന്ന് എക്സ്പ്രസ് ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരാണ് മാസ് പെർസെൻറ്റേജ്. ഓക്കെ, അപ്പം മാസ് പെർസെൻറ്റേജ് ഇക്വേഷനായി. അപ്പം മാസ് പെർസെൻറ്റേജ് നിങ്ങൾ ഇത്രയും മാത്രം മനസ്സിലാവും. എൻ്റെ അടുത്ത് പറയാണ്, ഞാൻ ഒരു ബീക്കറിനകത്ത് വാട്ടർ എടുക്കുന്നു, വാട്ടറിനകത്തോട്ട് ഷുഗർ ആഡ് ചെയ്യുന്നു. ഇതിൻ്റെ മാസ് പെർസെൻറ്റേജ് 20% പറയാണ്. മാസ് പെർസെൻറ്റേജ് 20 അപ്പം നിങ്ങൾ എന്താ മനസ്സിലാക്കേണ്ടത്? എന്താണോ മാസ് പെർസെൻറ്റേജ് അത്രയും തന്നെ ഗ്രാം എന്ത് കാണും? സൊല്യൂട്ട് കാണും. സോ ഷുഗറിൻ്റെ അളവ് 20 ഗ്രാമാണ്. അപ്പോൾ ബാക്കി 100 ഗ്രാമിൽ എത്ര ലെഫ്റ്റ് ആണ്? 80 ഗ്രാം. ആ 80 ഗ്രാം വാട്ടർ ആയിരിക്കും. ഇതാണ് നമുക്ക് വേണ്ട ഐഡിയ. ഈ ഐഡിയ കിട്ടിയാൽ ഇത് സിമ്പിളാണ്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ കോൺസെൻട്രേഷൻ എക്സ്പ്രസ് ചെയ്യുന്ന ടേമാണ് മാസ് പെർസെൻറ്റേജ്. സിമ്പിൾ ഒരു ടേമാണ്. ഇറ്റ് ഈസ് ദി എമൗണ്ട് ഓഫ് സൊല്യൂട്ട് എക്സ്പ്രസ്ഡ് ഇൻ 100 ഗ്രാം ഓഫ് സൊല്യൂഷൻ. ഓക്കെ, സിമ്പിൾ, ക്ലിയർ. നമുക്ക് രണ്ടാമത്തിലോട്ട് പോകാം. രണ്ടാമത്തെ കോൺസെൻട്രേഷൻ എക്സ്പ്രസ് ചെയ്യുന്ന ടേമാണ് ഇതേ കണക്ക് വോളിയം പെർസെൻറ്റേജ്. സെയിം, ഒരു മാറ്റവും ഇല്ല, വോളിയം ആകുമെന്നേ ഉള്ളൂ. അതായത് ഇറ്റ് ഈസ് ദി ml ഓഫ് സൊല്യൂട്ട്, മില്ലി ലിറ്റർ ഓഫ് സൊല്യൂട്ട്. കാരണം നേരത്തെ ഗ്രാം പറയാൻ കാരണം മാസ് ആയതുകൊണ്ട്, ഇവിടെ വോളിയം ആയതുകൊണ്ട് നമ്മൾ മില്ലി ലിറ്ററിലാണ് പറയുന്നത്, ലിറ്ററിലല്ല മില്ലി ലിറ്റർ. ഇറ്റ് ഈസ് ദി മില്ലി ലിറ്റർ ഓഫ് സൊല്യൂട്ട് പ്രസൻറ്റ് ഇൻ 100 ml ഓഫ് സൊല്യൂഷൻ. വ്യത്യാസമൊന്നുമില്ല, സെയിം തന്നെ, ഗ്രാം മാറി ml ആവുന്നു, അത്രയേ ഉള്ളൂ. ഇറ്റ് ഈസ് ദി മില്ലി ലിറ്റർ ഓഫ് സൊല്യൂട്ട് പ്രസൻറ്റ് ഇൻ 100 ml ഓഫ് സൊല്യൂഷൻ. 100 ml സൊല്യൂഷനിൽ എത്രത്തോളം ml സൊല്യൂട്ട് ഉണ്ടോ അതാണ് എന്തെന്ന് പറയുന്നത്? നമ്മളുടെ വോളിയം പെർസെൻറ്റേജ് എന്ന് പറയുന്നത്. സോ വോളിയം പെർസെൻറ്റേജിന് നമുക്ക് ഇക്വേഷൻ എഴുതാം. വോളിയം പെർസെൻറ്റേജ് ഇസ് ഈക്വൽ ടു വോളിയം ഓഫ്
സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ. ഇതെപ്പോഴും 100 ആയിരിക്കും, കാരണം 100 ml ആണ് നമ്മൾ പറയുന്നത്. ഇൻറ്റു 100. ഈ 100 എന്തിനാ? പെർസെൻറ്റേജ് ആക്കാൻ. സപ്പോസ് ഞാൻ പറയാണ്, ഞാനൊരു ബീക്കറിനകത്ത് H2O എടുത്തിട്ടുണ്ട്. H2O ആണ് എൻ്റെ സോൾവെൻറ്റ്. ഇതിനകത്തോട്ട് ഞാൻ HCl ആഡ് ചെയ്യാണ്. HCl ആണ് എൻ്റെ സൊല്യൂട്ട്. ഓക്കെ, ഞാൻ പറയാണ്, ഞാൻ HCl ഒരു 20 ml ആഡ് ചെയ്തു. എത്ര ml? 20 ml. അപ്പോൾ എത്ര ml H2O കാണും? എന്തായാലും നമ്മൾ എത്ര ml പറയുന്നത്? 100 ml പറയുന്നത്. അപ്പോൾ ബാക്കി എത്ര ആയിരിക്കും? 80 ആയിരിക്കും. ശരിയല്ലേ? ഇനി എത്ര വോളിയം പെർസെൻറ്റേജ് ഒന്ന് പറഞ്ഞേ. വോളിയം ഓഫ് സൊല്യൂട്ട് എത്ര ml? 20 ml. 20 ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ 80 പറയല്ലേ. സൊല്യൂഷൻ എന്ന് പറയുന്നത് സോൾവെൻറ്റും സൊല്യൂട്ടും കൂടെ ചേരുമ്പോഴാണ്. 80 + 20 100 ഇൻറ്റു 100. ഈ 100 ക്യാൻസലായിപ്പോയി. 20% എന്ന് വരും. അതായത് വോളിയം പെർസെൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തുള്ള സൊല്യൂട്ടിൻ്റെ പെർസെൻറ്റേജ് ആണ്. സൊല്യൂട്ടിൻ്റെ വോളിയം എത്രയാണോ അത്രയും പെർസെൻറ്റേജ് ആയിരിക്കും അവിടുത്തെ വോളിയം പെർസെൻറ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഞാൻ ആൽക്കഹോൾ പ്ലസ് വാട്ടർ എന്ന് പറയുന്ന മിക്സർ എടുക്കുക. ഇതിനകത്ത് വാട്ടറാണ് സോൾവെൻറ്റ്, ആൽക്കഹോൾ എന്ന് പറയുന്നത് സൊല്യൂട്ടാണ്. എപ്പോഴും വാട്ടർ ആയിരിക്കും സോൾവെൻറ്റ് കേട്ടോ. പറഞ്ഞില്ലെങ്കിലും മനസ്സിലാക്കുക, വാട്ടർ ഒരു സോൾവെൻ്റ് ആണ്. നമുക്കത് കുഞ്ഞിലെ നമ്മളത് പഠിച്ചിട്ടുണ്ട്. പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ പഠിക്കാം. വാട്ടറാണ് എപ്പോഴും സോൾവെൻറ്റ്. ഇവിടെ ഞാൻ പറയാണ്, ഇതിൻ്റെ വോളിയം പെർസെൻറ്റേജ്, ഈ മിക്സ്ചറിൻ്റെ വോളിയം പെർസെൻറ്റേജ് 70 ആണെന്ന് പറയാണ്. 70% ആണ് ഇതിൻ്റെ വോളിയം പെർസെൻറ്റേജ്. അപ്പോൾ നിങ്ങൾ എന്താ മനസ്സിലാക്കേണ്ടത്? വോളിയം പെർസെൻറ്റേജ് തരുന്നത് വോളിയം ഓഫ് സൊല്യൂട്ടാണ്. അപ്പോൾ ഇവിടുത്തെ സൊല്യൂട്ടിൻ്റെ വോളിയം, അതായത് ആൽക്കഹോളിൻ്റെ വോളിയം എത്ര ആയിരിക്കും? 70 ml ആയിരിക്കും ആൽക്കഹോളിൻ്റെ വോളിയം. ഇനി ഈ ആൽക്കഹോളും വാട്ടറും കൂടെ കൂട്ടുന്നതിനെയാണ് നമ്മൾ സൊല്യൂഷൻ എന്ന് വിളിക്കുന്നത്. അതിൻ്റെ ടോട്ടൽ വോളിയം എത്ര? 100 ആണ്. അതിൽ 70 ml ആരാ? ആൽക്കഹോളാണ്. ബാക്കി 30 ml ആരായിരിക്കും? വാട്ടർ ആയിരിക്കും. ഇതാണ് നമ്മുടെ ഐഡിയ. അപ്പോൾ നിങ്ങൾ ചോദിക്കും, സാർ സോൾവെൻ്റ് അല്ലേ എപ്പോഴും വലുതായിട്ടിരിക്കേണ്ടത്? അങ്ങനെയല്ല, ഞാൻ പറഞ്ഞതാണ് നമ്മൾ മോസ്റ്റ് പ്രോബബ്ലി സോൾവെൻ്റ്. ഇങ്ങനെ ഒരു വാല്യൂ വന്നതുകൊണ്ട് നിങ്ങൾ വേറൊന്നും വിചാരിക്കരുത്. ഇത് ഞാൻ കൊടുത്തപ്പോഴത്തേക്ക് കൂടിപ്പോയതാണ്. ഓക്കെ, സോ ഞാൻ 40 എടുക്കുകയാണ്, 40%. അപ്പോൾ ഇവിടെ 40യും ഇവിടെ 60യും. ഓക്കെ, അപ്പോൾ ആ കൺഫ്യൂഷൻ അങ്ങ് ഒഴിവാവും. വെറുതെ എഴുതി കൺഫ്യൂസ്ഡ് ആവണ്ട. സോ 2 ടേംസാണ് നമ്മളിപ്പോൾ പഠിച്ചത്. ഒന്ന് മാസ് പെർസെൻറ്റേജും ഒന്ന് വോളിയം പെർസെൻറ്റേജും. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ മാസ് പെർസെൻറ്റേജോ വോളിയം പെർസെൻറ്റേജോ നിങ്ങൾ മനസ്സിലാക്കുക, അത്രയും ml ആയിരിക്കും, അല്ലെങ്കിൽ അത്രയും ഗ്രാം ആയിരിക്കും അവിടുത്തെ സൊല്യൂട്ട്. മാസ് പെർസെൻറ്റേജ് 10 ആണെങ്കിൽ 10 ഗ്രാം ആയിരിക്കും അവിടുത്തെ സൊല്യൂട്ട്. വോളിയം പെർസെൻറ്റേജ് 10 ആണെങ്കിൽ 10 ml ആയിരിക്കും അവിടുത്തെ സൊല്യൂട്ട്. അതാണ് നിങ്ങളുടെ ഐഡിയ വേണ്ടത്. ബാക്കി 100ൽ നിന്ന് എത്ര കുറച്ചോ അതാണ് അവിടുത്തെ സോൾവെൻറ്റ്. കേട്ടോ? ഓക്കെ, അടുത്തതിലോട്ട് പോകും. നെക്സ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്ന ടേംസ് എന്ന് പറയുന്നത് അടിപൊളിയുടെ പേരാണ്. ഇറ്റ്സ് പാർട്സ് പെർ മില്യൺ, ppm. ഇത് നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്നത് സൊല്യൂട്ടിൻ്റെ കോൺസെൻട്രേഷൻ ഭയങ്കര ചെറുതാവുമ്പോഴാണ്. നമ്മളിപ്പം വലിയൊരു നമ്മുടെ വീട്ടിലൊക്കെ യൂസ് ചെയ്യുന്ന, നമ്മൾ കുളിക്കാനൊക്കെ മീൻസ് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യത്തിന് യൂസ് ചെയ്യുന്ന ടാങ്കില്ലേ, നമ്മുടെ വാട്ടർ ടാങ്ക്, അതിനകത്ത് 1 ടീസ്പൂൺ ഉപ്പ് കലക്കുകയാണ് എന്ന് വിചാരിക്കുക നിങ്ങൾ. ആ ഉപ്പ് അവിടെ ഉണ്ടെന്ന് പോലും നമുക്കറിയാൻ പറ്റില്ല. ഇങ്ങനെയുള്ള കേസിലാണ് നമ്മൾ പാർട്സ് പെർ മില്യൺ എന്ന് പറയുന്ന എന്തിനെ യൂസ് ചെയ്യുന്നത്? ഈ കോൺസെൻട്രേഷൻ എക്സ്പ്രസിങ് ടേമിനെ യൂസ് ചെയ്യുന്നു. അതായത് സൊല്യൂട്ടിൻ്റെ അളവ് ഭയങ്കര ലോ ആകുമ്പോൾ, അതായത് സൊല്യൂട്ടിൻ്റെ അളവ് ഇല്ലാതെ തന്നെ തോന്നിപ്പോവും. നമ്മുടെ ടാങ്കിനകത്ത് 1 ടീസ്പൂൺ പഞ്ചസാര കലക്കുകയാണെന്ന് വിചാരിക്കാം. ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അറിയത്ത് പോലും ഇല്ല. കാരണം അതിൻ്റെ ടേസ്റ്റ് അവിടെ കിട്ടില്ല. കാരണം അത്രയ്ക്കും ലോ കോൺസെൻട്രേഷൻ ആയിരിക്കും അവിടെ. ആർക്ക്? ആ പഞ്ചസാരയ്ക്ക്. കാരണം പഞ്ചസാര ടേസ്റ്റ് അറിയാനേ പറ്റത്തില്ല. സോ അതേ കണക്ക് സൊല്യൂട്ടിൻ്റെ കോൺസെൻട്രേഷൻ ഭയങ്കര ലോ ആകുമ്പോഴാണ് നമ്മൾ പാർട്സ് പെർ മില്യൺ എന്ന് പറയുന്ന കോൺസെൻട്രേഷൻ എക്സ്പ്രസിങ് ടേമിനെ യൂസ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ മില്യണിലാണ് പറയുന്നത്. മില്യൺ, പെർസെൻറ്റേജിലല്ല, മില്യൺ എന്ന് പറഞ്ഞാൽ 10⁻⁶ നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? മില്യൺ എന്ന് വിളിക്കുന്നത്. 10⁻⁶ അല്ലേ? 1, 10, 100, 1000, 10,000, ലക്ഷം, 10 ലക്ഷം.
അല്ലേ? 1 2 3 4 5 6. 10 ലക്ഷത്തെയാണ് നമ്മൾ 1 മില്യൺ എന്ന് വിളിക്കുന്നത്. 100 ലക്ഷം ആകുമ്പോഴത്തേക്ക് ബില്യൺ, അങ്ങനെ പൊക്കോണ്ടിരിക്കും. പോട്ടെ, 10 ലക്ഷത്തെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? മില്യൺ എന്ന് വിളിക്കുന്നത്. 1 മില്യൺ. 10⁻⁶ ആണ് നമ്മൾ എന്തായിട്ട് യൂസ് ചെയ്യുന്നത്? ഇവിടുത്തെ മില്യൺ. അതായത് 10⁻⁶ എന്ന് പറഞ്ഞാൽ 10 lakhs. പെർസെൻറ്റേജിലല്ല നമ്മൾ പറയുന്നത്, മില്യണിലാണ് നമ്മൾ പറയുന്നത്. എന്തുകൊണ്ടാണ് മില്യണിൽ പറയുന്നത്? കാരണം പെർസെൻറ്റേജിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എടുക്കുന്ന വാല്യൂ ഭയങ്കര ലോ ആയി പോകും. ഇപ്പം നമ്മൾ ഇപ്പം എനിക്ക് കിട്ടിയ വാല്യൂ 0.1 ആണെന്ന് വിചാരിക്കും. ഇതിനെ പെർസെൻറ്റേജിലാക്കാൻ പറഞ്ഞാൽ ഇതിനെ ഒരു 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. പെർസെൻറ്റേജിലാക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എനിക്ക് എത്ര കിട്ടും? 10% എന്ന് കിട്ടും. അതേസമയം എനിക്ക് കിട്ടിയ വാല്യൂ 0.000001 എന്ന് പറയുന്ന വാല്യൂ ആണെന്ന് വിചാരിക്കാം. ഇതിനെ പെർസെൻറ്റേജിലാക്കാൻ പറയുന്നു. നിങ്ങൾ എന്ത് ചെയ്യും? ഇൻറ്റു 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. കാരണം പെർസെൻറ്റേജിലാക്കുമ്പോൾ നമ്മൾ എപ്പോഴും 100 കൊണ്ടല്ലേ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. കിട്ടുന്ന വാല്യൂ എന്ന് പറഞ്ഞേ 0.100 ആകുമ്പോഴത്തേക്ക് 2 0 പോകണം. 1 2, പിന്നെ 1 2 3 4 5 0. 1 2 3 4 5 0. ഇതായിരിക്കും കിട്ടുന്ന വാല്യൂ. ഇത്രയും പെർസെൻറ്റേജ്. ഇതിന് ഒരു മീനിങ്ങും ഇല്ല. അപ്രോക്സിമേറ്റ്ലി 0. അതാണ് മീനിങ്. ഓക്കെ. അതേസമയം നമ്മളുടെ പെർസെൻറ്റേജിൽ പറയാതെ മില്യണിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 100 കൊണ്ടല്ല മൾട്ടിപ്ലൈ ചെയ്യുന്നത്. 100 കൊണ്ടല്ല മൾട്ടിപ്ലൈ ചെയ്യുന്നത്. പിന്നെന്താ? 10⁻⁶ വെച്ചിട്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. കാരണം പാർട്സ് പെർ മില്യണിൽ നമ്മൾ 10⁻⁶ വെച്ചിട്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ എത്ര 0 പോകണം? 1 2 3 4 5 6 0 പോകണം. അപ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ 0.01%. ഇതിന് മീനിങ് ഉണ്ട്. എന്തുകൊണ്ടാണ് നമ്മൾ 10⁻⁶ എടുത്തത്? നമുക്ക് കിട്ടുന്ന സൊല്യൂട്ടിൻ്റെ അളവ് ഭയങ്കര ലോ ആണ്. അപ്രോക്സിമേറ്റ്ലി 0 ആണ്. ഭയങ്കര ലോ ആണ്. അങ്ങനെയുള്ള കേസിൽ നമ്മൾ മില്യണിൽ എക്സ്പ്രസ് ചെയ്താലേ നമുക്ക് ഒരു ആപ്റ്റ്, അല്ലെങ്കിൽ നമുക്ക് ഒരു സിഗ്നിഫിക്കൻ്റ് ഉള്ളൊരു വാല്യൂ കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ ഈ വാല്യൂവിന് ഒരു സിഗ്നിഫിക്കൻസും കാണില്ല. നമ്മൾ പെർസെൻറ്റേജിലാണ് പറയുന്നതെങ്കിൽ. അതുകൊണ്ടാണ് നമ്മൾ പാർട്സ് പെർ മില്യൺ എന്ന് പറയുന്ന വേർഡ് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ടേം യൂസ് ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ നിങ്ങൾ ഇത്രയും പറയാം, സൊല്യൂട്ടിൻ്റെ അളവ് ലോ ആകുമ്പോഴാണ് നമ്മൾ പാർട്സ് പെർ മില്യൺ യൂസ് ചെയ്യുന്നത്. ഓക്കെ. ഇനി അതിൻ്റെ ഡെഫിനിഷൻ നോക്കാം നമുക്ക്. ഇതിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്, ഓക്കെ, പാർട്സ് പെർ മില്യൺ ppm ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് പാർട്സ് ഓഫ് സൊല്യൂട്ട്. സൊല്യൂട്ടിന് എത്ര പാർട്സ് ഉണ്ട് അത് ക്വസ്റ്റ്യൻ അത് തരും. എത്ര പാർട്ടാണ് സൊല്യൂട്ട് എന്ന് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് പാർട്സ് ഓഫ് സൊല്യൂഷൻ. സൊല്യൂഷൻ എത്ര പാർട്ടുണ്ട്, അതായത് സോൾവെൻറ്റും സൊല്യൂട്ടും കൂടെ ചേരുമ്പോൾ എത്ര പാർട്ടുണ്ട്, ഇൻറ്റു 10⁻⁶. ഇവിടുത്തെ വാല്യൂവും സെയിം അല്ല. അവർ ക്യാൻസൽ ചെയ്ത് പോകില്ല. കാരണം എന്താ? ഇവിടെ നമ്മൾ പാർട്സ് പെർ മില്യണിലാണ് പറയുന്നത്. അത് സൊല്യൂഷൻ്റെ അത് മില്യൺ ആക്കി എടുത്തു വെച്ചല്ല പറയുന്നത്. മില്യണിലോട്ട് കൺവേർട്ട് ചെയ്യാണ് നമ്മൾ. പെർസെൻറ്റേജിന് പകരം മില്യണിലോട്ട് കൺവേർട്ട് ചെയ്യുന്നു. എത്ര പാർട്സ് സൊല്യൂട്ട് ഉണ്ടെന്ന് നോക്കുന്നു, എത്ര പാർട്സ് ആണ് സൊല്യൂഷൻ എന്ന് നോക്കുന്നു. അതിൻ്റെ റേഷ്യോയെ മില്യൺ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അത്രയേ ഉള്ളൂ. അല്ലാതെ നമ്മൾ നേരത്തെ ചെയ്ത കണക്ക് സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷൻ 100 ആക്കുന്നു, വോളിയം 100 ആക്കുന്നു, അങ്ങനെയല്ല കേട്ടോ. അതുകൊണ്ട് ഇവിടെ നമുക്ക് ഇത്ര, അതായത് പാർട്സ് പെർ മില്യൺ 10 കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് നമ്പർ ഓഫ് പാർട്സ് ഓഫ് സൊല്യൂട്ട് 10 ആണെന്നല്ല. ഓക്കെ, അതാണ് അവിടെ നിന്ന് കിട്ടേണ്ട ഐഡിയ. മറ്റേത് രണ്ടുമാണ് അങ്ങനെ ഐഡിയ തരുന്നത്. ഇതങ്ങനെ ഐഡിയ തരുന്നില്ല. ഇതാണ് പാർട്സ് പെർ മില്യൺ. ഇങ്ങനെ 3 ടേംസ് ആണ് നമ്മളിപ്പോൾ പഠിച്ചത്. മാസ് പെർസെൻറ്റേജ്, വോളിയം പെർസെൻറ്റേജ്, പാർട്സ് പെർ മില്യൺ. ഇനിയാണ് നമുക്ക് എക്സാമിന് ചോദിക്കുന്ന ടേംസിലോട്ട് നമ്മൾ പോകുന്നത്. പക്ഷെ ഒരു കാര്യമുണ്ട്, അവർ ഈ മാസ് പെർസെൻറ്റേജും വോളിയം പെർസെൻറ്റേജും പാർട്സ് പെർ മില്യണും വെച്ചിട്ടേ മറ്റേതുമായിട്ട്, അതായത് ഇവർ രണ്ടുപേരും കൂടെ ലിങ്ക് ചെയ്തേ അയാളിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കും. അതായത് ഇവരിൽ നിന്ന് ഡയറക്റ്റായിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ച് ഞാൻ കണ്ടിട്ടില്ല. ചോദിക്കുന്നത് ഇയാളെയും മറ്റേയാളെ, നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന ആൾക്കാരെയും തമ്മിൽ കണക്ട് ചെയ്തിട്ടായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അതുകൊണ്ടാണ് ഇത് ആദ്യം പറഞ്ഞു തന്നത്. ഓക്കെ, ഇനി നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന നമ്മളുടെ കോൺസെൻട്രേഷൻ, ഇതും കോൺസെൻട്രേഷൻ എക്സ്പ്രസിൻ്റെ ടേംസ് തന്നെ, പക്ഷെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ഉള്ള കോൺസെൻട്രേഷൻ എക്സ്പ്രസിൻ്റെ ടേംസിലോട്ട് പോകാം. ഓക്കെ, സോ ഇതിനകത്ത് നമുക്ക് ഒരു ടേമും കൂടെ മിസ്സായിട്ടുണ്ട്. ആ ടേമും കൂടെ പറഞ്ഞതിന് ശേഷം നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസെൻട്രേഷൻ ടേംസിലോട്ട് പോകാം. ഓക്കെ, ഇനി ഒരെണ്ണം കൂടെ പെൻഡിങ്ങാണ്. 4 എണ്ണം ഉണ്ട്. 4ാമത്തേന്ന് പറയുന്നത് മാസ് ബൈ വോളിയം പെർസെൻറ്റേജ് ആണ്. മാസ് ബൈ വോളിയം പെർസെൻറ്റേജ്. ഒന്നുമില്ല, ഇത്രയേ ഉള്ളൂ.
സൊല്യൂട്ടിൻ്റെ മാസ്, എത്ര ഗ്രാം സൊല്യൂട്ട് 100 ml സൊല്യൂഷനിൽ ഡിസോൾവ് ആയിട്ടുണ്ടോ അതാണ് മാസ് ബൈ വോളിയം പെർസെൻറ്റേജ്. അതായത് സൊല്യൂട്ടിനെ നമ്മൾ എടുക്കുന്നത് വെയിറ്റ് ആയിട്ടും ഗ്രാം ആയിട്ടും, പക്ഷെ സൊല്യൂഷനെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് വോളിയം 100 ml ആയിട്ടും. അങ്ങനെയാണ് നമ്മൾ എന്തെടുക്കുന്നത്, മാസ് ബൈ വോളിയം എടുക്കുന്നത്. അപ്പം ഇങ്ങനെയാണ് മാസ് ബൈ വോളിയം, എം ബൈ വി എന്നാണ് നമ്മൾ എഴുതുന്നത്, മാസ് ബൈ വോളിയം വിച്ച് ഈസ് ഈക്വൽ ടു മാസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ. അത് 100 ml ആയിരിക്കും. വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻറ്റു 100. ഈ 100 ഈ 100 ക്യാൻസൽ ആയി പോവും. എന്താണോ സൊല്യൂട്ടിൻ്റെ മാസ് അതായിരിക്കും എപ്പോഴും മാസ് ബൈ വോളിയം കേട്ടോ. ആ മാസ് ബൈ വോളിയത്തിൽ നിന്ന് പിന്നെ നമുക്ക് ബാക്കി, അതായത് സപ്പോസ് HCl പ്ലസ് വാട്ടർ, ശ്രദ്ധിച്ചോണേ, ഇതിൻ്റെ മാസ് ബൈ വോളിയം 10% ആണെന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ സൊല്യൂട്ടിൻ്റെ മാസ് എത്ര ആയിരിക്കും, 10 ഗ്രാം ആണ്. കാരണം ഈ വോളിയം ഓഫ് സൊല്യൂഷൻ എപ്പോഴും 100 ആണ്. ഈ 100ഉം ക്യാൻസൽ ആയി പോവും. സോ നമുക്ക് മാസ് ഓഫ് സൊല്യൂട്ട് കിട്ടുന്നത് എപ്പോഴും മാസ് ബൈ വോളിയം എന്താണോ അതായിരിക്കും മാസ് ഓഫ് സൊല്യൂട്ടായിട്ട് കിട്ടുന്നത്. സോ മാസ് ബൈ വോളിയം 10% ആണെങ്കിൽ മാസ് ഓഫ് സൊല്യൂട്ട് 10 ആയിരിക്കും. എന്നാൽ ബാക്കി 90 ml ആണ് സൊല്യൂഷൻ എന്ന് വിചാരിക്കരുത്. സോ ഈ ഒരു ഐഡിയ നമ്മുടെ കയ്യിൽ നിന്ന് പോകരുത്. അതായത് നേരത്തെ നമ്മൾ ചെയ്തതിനകത്ത് മാസ് പെർസെൻറ്റേജ് ആയാലും വോളിയം പെർസെൻറ്റേജ് ആയാലും എത്രയാണോ മാസ് പെർസെൻറ്റേജ് കിട്ടുന്നത് അല്ലെങ്കിൽ വോളിയം പെർസെൻറ്റേജ് കിട്ടുന്നത് അത്രയും ഗ്രാം അല്ലെങ്കിൽ ml സൊല്യൂട്ട് ഉണ്ട്. ബാക്കി 100ൽ നിന്ന് എത്ര കുറച്ച് കിട്ടുന്നോ അത്രയും സോൾവെൻ്റ് ഉണ്ട്. അങ്ങനെയാണ് നമ്മൾ പഠിച്ചത്. പക്ഷെ മാസ് ബൈ വോളിയം ആകുമ്പോൾ നമുക്ക് കിട്ടുന്ന മാസ് ബൈ വോളിയം പെർസെൻറ്റേജ് അതെന്തിൻ്റെ തന്നെയായിരിക്കും, സൊല്യൂട്ടിൻ്റെ വെയിറ്റ് തന്നെയായിരിക്കും. പക്ഷെ ബാക്കി വരുന്ന എമൗണ്ട് ഇപ്പം 10% ആണെങ്കിൽ സൊല്യൂട്ടിൻ്റെ വെയിറ്റ് 10 ഗ്രാം, ബാക്കി വരുന്ന 90 സൊല്യൂഷൻ്റെ സോൾവെൻറ്റിൻ്റെ വോളിയമാണെന്ന് വിചാരിക്കരുത്. സോൾവെൻ്റ് ആണ് ബാക്കി 90 എന്ന് വിചാരിക്കരുത്. അത് മാസ് പെർസെൻറ്റേജിലും വോളിയം പെർസെൻറ്റേജിലും. ഇവിടെ അങ്ങനെയല്ല. ഓക്കെ, സോ ഇതാണ് മാസ് ബൈ വോളിയം എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞ ഇത്രയേ ഉള്ളൂ. നമുക്ക് കിട്ടുന്ന മാസ് ബൈ വോളിയത്തിൻ്റെ വാല്യൂ, ആ വാല്യൂ തന്നെയായിരിക്കും നമ്മുടെ സൊല്യൂട്ടിൻ്റെ മാസ്. സൊല്യൂട്ട് കൂടാതെ ആരും കൂടെ ഉണ്ട്, സോൾവെൻറ്റും കൂടെ ഉണ്ട്. ബാക്കി വരുന്ന 90 സോൾവെൻ്റ് ആണെന്ന് വിചാരിക്കരുത്. കാരണം സൊല്യൂഷൻ്റെയാണ് നമ്മൾ 100 ml, ഇത് ഗ്രാമും ഇത് ml ആണ്, രണ്ടും രണ്ടാണ്. ഒന്ന് വോളിയവും ഒന്ന് വെയിറ്റുമാണ് എടുക്കുന്നത്. തിരിഞ്ഞു പോകരുത് കേട്ടോ. ഇതാണ് മാസ് ബൈ വോളിയം പെർസെൻറ്റേജ്. സിമ്പിൾ. 4 നമ്മൾ ഇത് 4 നമുക്ക് അങ്ങനെ എക്സാമിന് ചോദിക്കുന്നതല്ല. എന്നാൽ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന 4 ആൾക്കാരുമായിട്ട് കണക്ട് ചെയ്ത് ചോദിക്കുന്ന 4 ആൾക്കാരാണ് ഇവർ. മാസ് പെർസെൻറ്റേജ്, വോളിയം പെർസെൻറ്റേജ്, പാർട്സ് പെർ മില്യൺ, മാസ് ബൈ വോളിയം. ഓക്കെ, സോ ഇന്ന് ഇത്രയും നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണ്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മളുടെ കോൺസെൻട്രേഷൻ ടേംസിൻ്റെ സെക്കൻഡ് പാർട്ടിൽ ബാക്കിയുള്ള 4 പേരും അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം.